إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. നമുക്കറിയാം, ശിർക്ക് എന്നത് ഒരു മഹാപാപമാണ്. അറബിയിൽ കബാഇർ, വൻപാപം എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ശിർക്ക് എന്നാൽ എന്താണ്? അല്ലാഹുവിൽ പങ്കു ചേർക്കൽ എന്നതിലുപരി അവനോട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ, സ്ഥലങ്ങളിൽ മറ്റുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരോട് സഹായം ചോദിക്കുക, യഥാർത്ഥത്തിൽ അതാണ് ശിർക്ക് എന്നത്. ശിർക്ക് ചെയ്താൽ നാം ചെയ്ത എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകുമെന്നുള്ളതാണ്. നാം നിസ്കരിച്ചതും സകാത്ത് കൊടുത്തതും സ്വതക്കകൾ നൽകിയതും നോമ്പ് നോറ്റതും ഉംറക്കും ഹജ്ജിനും വേണ്ടി ധാരാളം പണം ചിലവഴിച്ചതുമെല്ലാം വെറുതെ ആയി പോകുന്ന ഒരവസ്ഥ. അതാണ് ശിർക്ക് ചെയ്താൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ് തൗബ എന്ന ഖേദം, പശ്ചാത്താപം. അതിനും ആ ഒരു കർമ്മം കൊണ്ട് മാത്രമേ ശിർക്ക് അല്ലാഹു പുറത്തു തരികയുള്ളൂ.
കരഞ്ഞ് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇസ്തിഗ്ഫാറിനെ തേടണം. അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന് നല്ല നല്ല പേരുകളുണ്ട്. അതിനാൽ നിങ്ങൾ ആ നാമങ്ങൾ വിളിച്ചുകൊള്ളുക. നിങ്ങൾ വിളിച്ചുകൊള്ളുക. നാമങ്ങൾ വിളിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം. അതെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു റമദാൻ നമ്മിൽ നിന്ന് കടന്നുപോയി. ധാരാളം വർദ്ധിപ്പിക്കേണ്ട രാവിലെയും വൈകുന്നേരവും അദ്കാറുകളിൽ ചൊല്ലേണ്ടിയിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, ഒരു പാപമോചന പ്രാർത്ഥനയായിരുന്നു സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നത്. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ഈ പ്രാർത്ഥന എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. പാപമോചന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനമായ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിലുള്ള എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ തെറ്റ് ചെയ്തതിനു ശേഷം ഖേദിച്ച് മടങ്ങുന്നവരാണ് തെറ്റ് ചെയ്തവരിൽ ഉത്തമമെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനോട് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ശാരീരികമായോ മാനസികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും തന്റെ റബ്ബിനോട് ചോദിക്കാൻ, ബദരീങ്ങളല്ല, ഔലിയാക്കളല്ല, അല്ലെങ്കിൽ മറ്റു പല ശൈഖുകളല്ല, സിയമടവൂരല്ല, അല്ലാഹുവിനോട് ചോദിക്കാൻ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ നിലയിലെത്തിച്ച അല്ലാഹുവിനോട് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ജാറകളിലും മറ്റും പോയി പ്രാർത്ഥിക്കാനല്ല ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്, അല്ലാഹുവിനോട് ചോദിക്കാനാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നബിമാർ ഈ കാര്യത്തിൽ വലിയ മാതൃകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. രോഗങ്ങൾ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടി മക്കളെല്ലാം മരണപ്പെട്ട് ഭാര്യമാത്രം തന്നെ സഹായിക്കാനുള്ള അവസ്ഥയിൽ അയ്യൂബ് നബി കൈകൾ ഉയർത്തിയത് അല്ലാഹുവിനോടാണ്. തീകുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ വലിച്ചെറിഞ്ഞപ്പോൾ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് മാത്രമായിരുന്നു. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തിലെത്തിയ ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തേക്കാൾ എത്രയോ വലിയ ഇരട്ടി സംഘം വരുന്ന സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും കണ്ടപ്പോഴും പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമായിരുന്നു. അതെ, ഇവരെല്ലാം നമുക്ക് മാതൃകയാണ്. ഇവരെ മാതൃകയാക്കി നാം ചെയ്യുന്ന എല്ലാ തെറ്റുകളും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ച് തേടണമെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാവും, ഹറാമാകും, നരകം അത് നിർബന്ധമാകും എന്നുള്ളതാണ്. സൂറത്തുൽ അഅറാഫിൽ വമൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം അത് ഹറാമാണ്. വമഅവാഹുൻ നാർ, അവരുടെ വാസസ്ഥലം അത് നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായിക്കാനായി ആരും തന്നെ ഉണ്ടാവില്ല. ഏറെ വേദന സഹിച്ച് മരണം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ വേദന, പ്രസവ വേദന സഹിച്ച് നമ്മെ പുറത്തേക്കെടുത്ത് ഏറെ ലാളിച്ചു വളർത്തിയ നമ്മുടെ മാതാവ്, ചോര തീരാക്കി അധ്വാനിച്ചില്ലാത്ത പണം ഉണ്ടാക്കി നമുക്ക് വേണ്ടി ചിലവഴിച്ച് നമുക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു തരുന്ന നമ്മുടെ പിതാവ്, അവരെല്ലാം അവരുടെ കാര്യം നോക്കുകയായിരിക്കും ആ മനുഷ്യരെ. നമ്മൾ നമ്മുടെ കാര്യം എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടി ഓടുകയായിരിക്കും, തിരയുകയായിരിക്കും. അന്നെല്ലാവരും നഫ്സി നഫ്സി, എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശിർക്ക് അതിവിദൂരമായ വഴികേടാണ്. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം ഫഖദ് വല്ല വലാലൻ ബഈദാ, അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു എന്ന് സൂറത്തുൽ നിസായിലെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണ
മരണശേഷം മറ്റുള്ളവരുടെ പ്രാർത്ഥന ലഭിക്കില്ല എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കില്ല എന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ മഹാപാപമാണെന്ന് പഠിപ്പിച്ച എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകുമെന്ന് പഠിപ്പിച്ച ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണെന്ന് പഠിപ്പിച്ച ഈ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ്. ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം തന്റെ മകനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് മകനെ ഉപദേശിക്കുകയാണ്. എന്താണ് ഉപദേശം? സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം തന്റെ മകനെ അടുത്തേക്ക് വിളിച്ച് ഉപദേശിക്കുകയാണ്. ആ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എന്താണത്? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ആ ശിർക്ക് എന്നത് ഒരു വമ്പിച്ച അക്രമം തന്നെയാകുന്നു എന്നുള്ളതാണ്. ഖുർആൻ പ്രയോഗിച്ചത് ലദുൽമുൻ അദീം എന്നാണ്. വമ്പിച്ച അക്രമം തന്നെയാകുന്നു അത് എന്നുള്ളതാണ്. മുൻ തലമുറകളെല്ലാം ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് കുടുംബക്കാരും മക്കളും മാതാവും പിതാക്കളെല്ലാം ഉണ്ടെന്ന് പറയാം. അതിനെ തിരുത്തിക്കൊണ്ട് സൂറത്ത് തൗബയുടെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അഥവാ ഇസ്രാ പ്രവാചകൻ അത് ദൈവപുത്രനാണ്, അള്ളാഹുവിന്റെ മകനാണെന്ന് യഹൂദികൾ പറയുകയാണ്. ക്രിസ്ത്യാനികൾ പറയാണ് ദൈവപുത്രനാണ്, അള്ളാഹുവിന്റെ മകനാണെന്ന്. അവർ പറഞ്ഞത് വെറും വാക്ക് വർത്താനമാണ്. അവർ മുമ്പ് വിശ്വസിച്ചവരുടെ വാക്കുകൾ വിശ്വസിച്ചു. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഖുർആൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെട്ടത്? സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ പരമകാരുണ്യന്റെ അടിയാന്മാരെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളിൽ അവരുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. വല്ലദീന, അവർ ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ അള്ളാഹു നിഷേധിക്കപ്പെട്ട ഹറാമാക്കിയ ഒരു ദേഹത്തെയും അവർ കൊലപ്പെടുത്തുകയില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. തുടക്കത്തിൽ പറഞ്ഞത് അവരുടെ ഒരു സ്വഭാവമാണ്. അതെന്താണെന്ന് വെച്ചാൽ അവർ അള്ളാഹുവിനോടല്ലാതെ വേറൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് ആ സ്വഭാവം ഉണ്ടായിട്ടുണ്ടോ? ജാറങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? സ്വയം ഒന്ന് മനസ്സിരുത്തി ആലോചിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഒരിക്കലും അടിത്തറ ഇളകരുത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കെട്ടിടം മുകളിലേക്ക് നല്ലോണം ഉണ്ടാക്കി, പക്ഷെ അതിന്റെ തറ അതിനോട് ഉറപ്പില്ലെങ്കിൽ കെട്ടിടം എത്രയും പെട്ടെന്ന് വീട് പോകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് വൃക്ഷം എന്നുള്ളത്. അതിന്റെ അടിവേര് അതിന്റെ പൊക്കത്തിന് ഉറപ്പില്ലെങ്കിൽ ആ വൃക്ഷവും അധികകാലം ആയുസ് നീളുകയില്ല എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് തൗഹീദിന്റെ കാര്യം. മുകളിലേക്ക് ഇബാദത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് ഉണ്ടാക്കുകയും ശിർക്ക് ചെയ്യുകയും ചെയ്താൽ, തൗഹീദിൽ വിള്ളൽ വീണാൽ എല്ലാം നിഷ്ഫലമായി പോകും എന്നുള്ളതാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുതുബ നിർവഹിക്കുകയാണ്. സ്വഹാബാക്കളോട് പറയാണ്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ ഹാദ ശിർക്ക്, നിങ്ങളെ ശിർക്കിനെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ? ഫൈന്നഹു അഖ്ഫറ മിൻ ദബീബിൻ നംല്, അത് ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമാണ്. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളോട് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ആ ശിർക്കിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് സ്വയം മനസ്സിലേക്ക് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ. കാണാൻ 2 കണ്ണുകൾ തന്നു, സുഗന്ധമറിയാൻ മൂക്ക് തന്നു, കേൾക്കാൻ 2 കാതുകൾ തന്നു, ഓടിച്ചാടി നടക്കാൻ കാലുകൾ തന്നു.
ശ്വസിക്കാൻ വായു, കുടിക്കാൻ വെള്ളം, ഭക്ഷിക്കാൻ ഭക്ഷണം തുടങ്ങി ധാരാളം നിഅമത്തുകൾ തന്ന അല്ലാഹു ഒരു നിബന്ധന വെക്കുകയാണ്. സൂറത്തുൽ ദാരിയാത്തിൽ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യന്മാരെയും നാം സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? എന്നെ മാത്രം ആരാധിക്കാനാണ്. എന്നിട്ട് ഇത്ര നിഅമത്തുകളെല്ലാം തന്ന അല്ലാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവൻ പറഞ്ഞതനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ശിക്ഷ അത് വളരെ കഠിനം തന്നെയായിരിക്കും എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. സൂറത്തുൽ ഹജ്ജിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഉകളും സുജൂദുകളും ചെയ്യുക, വഅബ്ദൂ റബ്ബക്കും, അത് അടിവരയിട്ട് മനസ്സിലാക്കണം. ഇബാദത്തുകൾ റബ്ബിനോട് ചെയ്യാൻ കഴിയണം. എന്നിട്ട് പറയാണ്, വഫഅലുൽ ഖൈർ, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കണം, ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. ഈ ഇബാദത്തുകളിൽ ഏറ്റവും നല്ല ഇബാദത്ത്, ഏറ്റവും വലിയ ഇബാദത്ത് എന്നത് നിസ്കാരമാണ്, സ്വലാത്താണ്. ആ നിസ്കാരത്തിൽ ഫർദ് നിസ്കാരങ്ങളിൽ മാത്രം സുബഹി 2, ദുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4, മൊത്തം 17 തവണ നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്. ഈ ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമാണവൻ, മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. എന്നിട്ട് നമ്മൾ പറയും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സലാം വീട്ട് ദിക്റുകളൊക്കെ ചൊല്ലി മുസല്ല മടക്കി വെച്ച് നമ്മൾ മുമ്പിലേക്ക് നടക്കുമ്പോ ഒന്ന് വീഴാൻ പോയ വിളി ബദിരീങ്ങളെ നയി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നേരെ വിപരീതമാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് 1% കാര്യമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അവസാന കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ സ്വാദിഖൻ, സത്യസന്ധമായിക്കൊണ്ട്, ബിഹാ, അവൻ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവസാന നിമിഷം കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. ഈ പരിശുദ്ധ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത ഒന്നാണ് തഖ്വ എന്നത്. തഖ്വ നിലനിർത്താൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലം റമദാനിലൂടെ നേടിയെടുത്ത തഖ്വ, അത് റമദാൻ കഴിഞ്ഞ് അത് ഒഴിവാക്കാൻ പാടില്ല, തുടരണം. റമദാനിൽ പള്ളി പോവാത്ത ആളുകൾക്ക് പള്ളി പോവാത്ത ആളുകൾ പള്ളി പോകാൻ തുടങ്ങി. നിസ്കാരത്തിന്റെ സമയങ്ങൾ കാണാപ്പാടമായി. ഇതെല്ലാം റമദാൻ കഴിഞ്ഞിട്ടും തുടരണം എന്നുള്ളതാണ്. തഖ്വയും ഈമാനും നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഖുർആൻ അർത്ഥസഹിതം ഓതുക എന്നതാണ്, പഠിക്കുക എന്നതാണ്. റമദാനിൽ നാം എല്ലാവരും ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, റമദാൻ കഴിഞ്ഞാലും നമ്മുടെ മരണം വരെ ഖുർആൻ അർത്ഥസഹിതം പാരായണം ചെയ്ത് അത് പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നാം പരിശ്രമിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്നവർ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഗസ്റ്റുകളാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഗസ്റ്റുകളാവാൻ നമ്മൾ ഇനിയും പരിശ്രമിക്കണം. തഖ്വ നിലനിർത്താൻ ആവശ്യമായ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഫർദ് ഇബാദത്തുകൾക്ക് പുറമെ സുന്നത്തായ ഇബാദത്തുകൾ നിർവഹിക്കുക എന്നതാണ്. ഈ ഒരു മാസക്കാലം നിർബന്ധമായ നോമ്പ് നാം ഓരോരുത്തരും അനുഷ്ഠിച്ചു. പക്ഷേ നോമ്പ് ഇതോടെ തീരുന്നില്ല. ഇനി ശവ്വാലിന്റെ
6 നോമ്പുകൾ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള നോമ്പുകൾ, പിന്നെ എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിലെ അയ്യാമുബിൽ നോമ്പുകൾ, ഇതെല്ലാം ഇനി നമ്മൾ നോക്കേണ്ടതാണ്. അതിനെല്ലാം നമ്മൾ പരിശ്രമിക്കണം. ആ തഖ്വ നമ്മൾ നിലനിർത്തണം എന്നുള്ള ഒരു കാര്യമാണ്. ഇത്തരം സുന്നത്ത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിലൂടെയും തഖ്വ നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കാൻ നമ്മൾ നേടിയെടുത്ത തഖ്വ നിലനിർത്താൻ ആവശ്യമായ പുണ്യകർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വതക്ക കൊടുക്കുന്നതിലൂടെ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് അകറ്റി നിർത്തും. മാരക രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കും. അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കാൻ നമുക്ക് ജീവിതത്തിൽ തഖ്വ നിലനിർത്താൻ ആവശ്യമായ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ ജീവിതത്തിൽ തഖ്വ നിലനിർത്താൻ ആവശ്യമായ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ റമദാനിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചവരാണ് നമ്മൾ. ഇനിയും അത് നമ്മൾ ബാക്കി 11 മാസങ്ങളിലും തുടർന്നു കൊണ്ടുപോകാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നതിലൂടെ തഖ്വ നിലനിർത്താൻ ഒരു വിശ്വാസിക്ക് സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവസാന കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഈ റമദാൻ കഴിഞ്ഞാലും തഖ്വ നിലനിർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട്. അവർ ഇന്ന് ഹോസ്പിറ്റലിൽ രോഗങ്ങളായി കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹു അവർക്കെല്ലാം പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ. കഴിഞ്ഞ പെരുന്നാളിലും റമദാനിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. അള്ളാഹു അവരുടെ എല്ലാ ഖബറുകളും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഹലാലായ സ്വപ്നങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.